ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും തിരക്കിലാണ്. ഇതിനിടയിൽ നമ്മൾ പ്രിയപ്പെട്ടവർക്കായി മാറ്റിവെച്ച കുറച്ച് സമയം, ആ സമയം സന്തോഷിപ്പിക്കാനും അതിലേറെ ചിന്തിപ്പിക്കാനും സഹായിക്കുന്ന ഒരു വലിയ ഘടകമാണ് ഗെയിംസ്. ഫോർ ഓൾ ദി ഗെയിം ലവേഴ്സ് ഔട്ട് ദെയർ, വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഐ എം സെജു. പല കാറ്റഗറീസിലുള്ള ഗെയിംസ് ഉണ്ട്. ചിലത് സിമ്പിൾ ഗെയിംസ് ആണ്, ലൈക്ക് സ്നേക്ക് ആൻഡ് ലാഡർ. പിന്നെ സ്ട്രാറ്റജി ഗെയിംസ് ഉണ്ട്, ലൈക്ക് ചെസ്. അത് ഫൺ ഫാക്ടർ കുറവ് എന്നാൽ ഹെവി സ്ട്രാറ്റജിയുമായിട്ടുള്ള ഗെയിംസ് ആണ്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഗെയിംസ് ഉണ്ട്. അതുപോലെ ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ടുഡേസ് ഗെയിം ഈസ് ടിക്കറ്റ് ടു റൈഡ്. ഇതാണ് ഗെയിം. ഇതിന് കുറച്ച് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 2 to 5 player ഗെയിമാണ്. 8+ ഏജ് ലിമിറ്റ്, 30 to 60 minutes പ്ലേയിങ് ടൈം. നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അകത്ത് ഒരു ആർട്ടിസ്റ്റിക്കൽ ബ്രില്യൻസ് ബോർഡിൽ തന്നെ ഉണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഇൻസൈഡ്. ഇതിൻ്റെ കൂടെ റൂൾ ബുക്കും കുറച്ച് പേപ്പേഴ്സൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗെയിം ബോർഡ് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കോമ്പണൻസ്. So let's arrange. ഗൈസ്, അപ്പോൾ ഇനിഷ്യൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഗെയിം ബോർഡ് ഒരു നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് മാപ്പാണ്. ഇതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയിലുമുള്ള മേജർ സിറ്റീസ് കണക്ട് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഈ കണക്ഷനൊക്കെ ഒരു റെയിൽവേ ട്രാക്കിനെ ഡെപിക്ട് ചെയ്യും. ഇതുപോലെ പല വേർഷൻസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ടിക്കറ്റ് ടു റൈഡ് ഇന്ത്യ ഉണ്ട്. എൻ്റെ കളക്ഷൻസിൽ അതില്ല. അതുപോലെ തന്നെ പല കൺട്രീസും കോണ്ടിനെന്റ്സിന്റെയും ഡിസൈൻസും മാപ്സും ഈ സെയിം ഗെയിമിന് അവൈലബിൾ ആണ്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. നൗ ലെറ്റ്സ് ഗോ ടു ദ ഗെയിം. ഇപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പായി ഓരോ പ്ലെയറിനും ഒരേ നിറത്തിലുള്ള 45 ട്രെയിൻ കാർസ് കിട്ടും. ഇതാണ് ഒരു ട്രെയിൻ കാർ. അതുപോലത്തെ 45 ട്രെയിൻ കാർസ്. അതോടൊപ്പം അതിന് മാച്ചിങ് ഒരു പ്ലെയർ മാർക്കർ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം 0. 4 ട്രെയിൻ കാർഡ്സ് കിട്ടും. ഈ തുറന്നിരിക്കുന്നതാണ് ട്രെയിൻ കാർഡ്സ്. പക്ഷേ ഇതിൽ നിന്ന് ഷഫിൾ ചെയ്ത് 4 ട്രെയിൻ കാർഡ്സ് ഈച്ച് പ്ലെയറിന് കൊടുക്കും. അവസാനമായി ഡെസ്റ്റിനേഷൻ കാർഡ്. ഓരോ പ്ലെയറിനും 3 ഡെസ്റ്റിനേഷൻ കാർഡ്സ് വരും. അതിൽ നിന്നും പ്ലെയറിന് കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്ത് മിനിമം 2 കാർഡ് വയ്ക്കണം. വേണമെങ്കിൽ 3 കാർഡ് കീപ്പ് ചെയ്യാം. ഇതിനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇത് സിയാറ്റിൽ ടു ന്യൂയോർക്ക് കണക്ട് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ കാർഡാണ്. എൻഡ് ഓഫ് ദ ഗെയിമിൽ ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയറിന് 22 പോയിന്റ്സ് എക്സ്ട്രാ കിട്ടും. പക്ഷേ എൻഡ് ഓഫ് ദ ഗെയിമിൽ ഇത് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 22 പോയിന്റ്സ് മൈനസ് ആവും. സോ ഈച്ച് പ്ലെയർ ഹാസ് ടു ചൂസ് ദാറ്റ് വെരി കെയർഫുള്ളി. പിന്നെ ട്രെയിൻ കാർഡ്സും ഡെസ്റ്റിനേഷൻ കാർഡ്സും സീക്രട്ട് കാർഡ്സ് ആണ്. ഒരിക്കലും ബാക്കിയുള്ളവർക്ക് റിവീൽ ചെയ്യരുത്. ദാറ്റ് വിൽ ബി എ ഡിസഡ്വാൻറ്റേജ് ഫോർ യു ഗൈസ്. ഏതൊരു ടിപ്പിക്കൽ ബോർഡ് ഗെയിമിനെയും പോലെ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യുന്നവരായിരിക്കും വിന്നർ. 3 രീതിയിൽ പോയിന്റ് സ്കോർ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാം. എൽ പാസോ ടു സാന്റാഫെ കണക്ട് ചെയ്യാൻ 2 കാർഡ്സ് ഉപയോഗിച്ചുവെങ്കിൽ, ലെറ്റ്സ് സേ ഗ്രീൻ പ്ലെയർ ആണ്, 2 കാർഡ്സ് ഉപയോഗിച്ചുവെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 കാർഡ്സിന് കറസ്പോണ്ടിങ് ആയി 2 പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് അവർ സ്കോർ ചെയ്യും. ഇതുപോലെ എല്ലാ പ്ലെയേഴ്സും പല പല റൗട്ട്സ് കംപ്ലീറ്റ് ചെയ്യും. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് കിട്ടും. രണ്ടാമതായി ഡെസ്റ്റിനേഷൻ കാർഡ്സ്. ഡെസ്റ്റിനേഷൻ കാർഡ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ സിയാറ്റിൽ ടു ന്യൂയോർക്ക്, ഇത് സ്കോർ ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ഗെയിമിലാണ്. എൻഡ് ഓഫ് ദ ഗെയിമിൽ ഈ സിയാറ്റിൽ ടു ന്യൂയോർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ 22 അഡീഷണൽ പോയിന്റ്സ് ആ പ്ലെയറിന് കിട്ടും. അതുപോലെ ദേ വിൽ കൗണ്ട് ഓൾ ദ ഡെസ്റ്റിനേഷൻ പോയിന്റ്സ് ദേ കംപ്ലീറ്റഡ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ പോയിന്റ്സ് നിന്ന് ഇത് മൈനസ് ആവും. ഇപ്പോൾ ഡെൻവർ ടു എൽ പാസോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബൈ എൻഡ് ഓഫ് ദ ഗെയിം ഈ 4 പോയിന്റ് അവർ ടോട്ടലിൽ നിന്ന് പുറകിലോട്ട് പോകും. മൂന്നാമതായി ലോങ്ങസ്റ്റ് റൗട്ട്. കളിയുടെ ഏറ്റവും ഒടുവിൽ കണ്ടിന്യൂസ് ലോങ്ങസ്റ്റ് റൗട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലെയറിന് ഈ അഡീഷണൽ 10 പോയിന്റ്സും കൂടെ ലഭിക്കുന്നതാണ്. ഓരോ റൗണ്ടിലും ഈച്ച് പ്ലെയർ 1 of 3 ആക്ഷൻസ് ചെയ്യണം. ഒന്നുകിൽ വിഡ്രോ ട്രെയിൻ കാർഡ്സ്, ഫേസ് അപ്പിൽ നിന്നും 2 കാർഡോ ഫേസ് ഡൗൺ പൈലിൽ നിന്ന് 2 കാർഡോ പ്ലെയറിന് എടുക്കാവുന്നതാണ്. ഇത് മൾട്ടി കളർ ലോക്കോമോട്ടീവ് ആണ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എനി ട്രെയിൻ കളർ കാർഡ്സ്. അതുകൊണ്ട് മൾട്ടി കളർ ഫേസ് അപ്പ് കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഒറ്റ കാർഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ ലെറ്റ്സ് സേ I take 2 cards from the face up
2 കാർഡ് ഫേസ് ഡൗൺ പൈലിൽ നിന്നും തുറന്നു വയ്ക്കേണ്ടതാണ്. കളിയുടെ ഏത് ഘട്ടത്തിലും there is always 5 cards face up. സെക്കൻഡ് പ്ലെയർ ഓപ്ഷൻ ക്ലെയിം എ റൗട്ട് ആണ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എൻ്റെ കയ്യിൽ ഒരേ കളറിലുള്ള 6 ട്രെയിൻ കാർഡ്സ് ഉണ്ട്. റെഡ് കളർ കാർഡ്സ് ആണ്. സോ ഇത് ഡിസ്കാർഡ് ചെയ്തിട്ട് എനിക്ക് 6 റെഡ് കളർ ഉള്ള റൗട്ടോ അല്ലെങ്കിൽ കളർ കോഡ് ഇല്ലാത്ത റൗട്ടോ നമുക്ക് ക്ലെയിം ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ന്യൂ ഓർലൻസ് ടു മിയാമി ക്ലെയിം ചെയ്യുകയാണ് റൗട്ട്. അതിലേക്ക് ഞാൻ 6 ട്രെയിൻ കാർഡ്സ് വെച്ചു കണക്ട് ചെയ്തു. ഇത് ഗ്രീൻ പ്ലെയർ ആണ്. ഗ്രീൻ പ്ലെയർ 6 ട്രെയിൻ കാർഡ്സ് വെച്ച് ന്യൂ ഓർലൻസ് ടു മിയാമി കണക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടും. 6 കാർഡ്സിന് 15 പോയിന്റ് ആണ്. സോ ദ ഗ്രീൻ പ്ലെയർ മാർക്കർ വിൽ മൂവ് ahead 15 പോയിന്റ്സ്. സോ 4 to 19. ക്ലെയിമർ റൂട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റൂട്ട് ഓൾറെഡി ടേക്കൺ ആണെങ്കിൽ അത് റീക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഗ്രീൻ പ്ലെയർ മിയാമി ടു ന്യൂ ഓർലൻസ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നോ അതർ പ്ലെയർ ക്യാൻ ക്ലെയിം ദ സെയിം റൗട്ട്. പിന്നെ നിങ്ങൾക്ക് കാണാം ചില റൗട്ടിൽ 2 ട്രാക്സ് ഉണ്ട്. അവിടെ സെയിം പ്ലെയറിനോ മറ്റ് പ്ലെയേഴ്സിനോ 2 തവണ ക്ലെയിം ചെയ്യാം. മൂന്നാമത്തെ പ്ലെയർ ഓപ്ഷൻ ഡ്രോ ഡെസ്റ്റിനേഷൻ കാർഡാണ്. ഒരു പ്ലെയറിന് 3 ഡെസ്റ്റിനേഷൻ കാർഡ് ഡ്രോ ചെയ്യാം. എന്നിട്ട് കെയർഫുള്ളി ചെക്ക് ചെയ്തതിനു ശേഷം ഒരു കാർഡോ മാക്സിമം 3 കാർഡ്സോ കീപ്പ് ചെയ്യാം. ഇത് നമുക്ക് എൻഡ് ഓഫ് ദ ഗെയിമിൽ ആഡ് അഡ്വാൻറ്റേജ് തരും. only if we complete the destination. ഫോർ എക്സാമ്പിൾ സിയാറ്റിൽ ടു ന്യൂയോർക്ക് ബൈ എൻഡ് ഓഫ് ദ ഗെയിം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്രയും പോയിന്റ് തന്നെ നമ്മൾ പുറകിലോട്ട് പോകും. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ ചൂസിങ് ദ റൈറ്റ് വൺ. അങ്ങനെ ഗെയിം പുരോഗമിച്ച് ഏകദേശം ഒരു എൻഡിൽ എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്ലെയറിന്റെ കയ്യിൽ ഉള്ള ട്രെയിൻ കാർഡ്സ് 3 അതിൽ താഴെയോ ആകുമ്പോൾ ദ ഗെയിം വിൽ ഗോ ഫോർ എ ഫൈനൽ റൗണ്ട് ആൻഡ് ദ ഗെയിം വിൽ എൻഡ്. ഗൈസ്, ഗെയിം എൻഡായി. ഓരോ പ്ലെയേഴ്സും ഓരോ സ്കോർ ലെവൽ നിൽക്കുകയാണ്. റെഡ് 83ലാണ് ആൻഡ് ബ്ലൂ ഈസ് ഇൻ 87. പക്ഷെ ഫൈനൽ സ്കോറിങ്ങിനായി 2 കാര്യങ്ങൾ കൂടെ ചെക്ക് ചെയ്യണം. ഒന്ന് ഡെസ്റ്റിനേഷൻ കാർഡ്സ്. ഓരോ പ്ലെയറിന്റെ കയ്യിലുമുള്ള ഡെസ്റ്റിനേഷൻ കാർഡ്സ് കെയർഫുള്ളി വെരിഫൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ കാൽക്കരി ടു ഫീനിക്സ്, ആ പ്ലെയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും പോയിന്റ് അവർക്ക് അഡീഷണൽ കിട്ടും. നേരെ മറിച്ച് അവർക്ക് അത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്രയും പോയിന്റ്സ് തന്നെ അവർക്ക് നെഗറ്റീവ് ആവും. ഏറ്റവും അവസാനമായി ലോങ്സ്റ്റ് കണ്ടിന്യൂസ് റൗട്ട് 10 പോയിന്റ്സ് ആണ് അതിന്. ഇപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം, റെഡ് പ്ലെയർ ആണ് ഏറ്റവും ലോങ്സ്റ്റ് കണ്ടിന്യൂസ് റൗട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ദ റെഡ് പ്ലെയർ വിൽ ഗെറ്റ് ദിസ് അഡീഷണൽ 10 പോയിന്റ്സ്. അങ്ങനെ ഡെസ്റ്റിനേഷൻ പോയിന്റ്സും ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ട്രാക്ക് പോയിന്റ്സും ക്ലെയിം ചെയ്തതിനു ശേഷം എല്ലാവരും അവരവരുടെ ഫൈനൽ സ്കോറിംഗിലെത്തും. ഇവിടെ ഏറ്റവും ടോപ്പ് സ്കോറിൽ നിൽക്കുന്ന പ്ലെയർ ആയിരിക്കും വിന്നർ. അപ്പോൾ ഗൈസ്, ഇതാണ് ഗെയിം. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും ഇത് എന്തുകൊണ്ട് ഫണ്ണായി എന്നുള്ളത്. ഇത് എങ്ങനെ സ്ട്രാറ്റജി ഗെയിമായി എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് കളിക്കുമ്പോഴേ അത് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. ഒരു റൗട്ട് ക്ലെയിം ചെയ്താൽ അത് ഒരിക്കലും റീക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു റൗട്ടിൽ കാർഡ്സ് പ്ലേസ് ചെയ്താൽ വേറൊരു പ്ലെയറിന് ആ സെയിം റൗട്ടിൽ കാർഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്ട്രാറ്റജിക്കലി ബാക്കിയുള്ള പ്ലെയേഴ്സിന്റെ ഡെസ്റ്റിനേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ബിഗ്ഗസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ പോയിന്റ്സ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും കറക്റ്റ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ള പ്ലെയേഴ്സിന്റെ ഡെസ്റ്റിനേഷൻ മനസ്സിലാക്കുന്നുവോ, അവരെ ബ്ലോക്ക് ചെയ്യുന്നുവോ, അത്രയും ചാൻസ് ഓഫ് വിന്നിങ് നമുക്ക് ഹൈ ആവും. അപ്പൊ അങ്ങനെയാണ് ഇത് സ്ട്രാറ്റജിക്കൽ ഗെയിം ആവുന്നത്. നമ്മൾ കളിക്കുമ്പോൾ അത് ഒരുപാട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഓൾവേസ് എ വിന്നിങ് സ്ട്രാറ്റജിയാണ്. ബട്ട് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ടഫ് ഓൾസോ ടു ഫൈൻഡ് ദ റൈറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് അതർ പ്ലെയേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പല വേർഷൻസ് ഉണ്ട്. ഇതിലൊരു ഇന്ത്യൻ വേർഷൻ ഉണ്ട്. നിങ്ങൾ തീർച്ചയായും ഇന്ത്യൻ വേർഷനും ട്രൈ ചെയ്യുക. എന്നിട്ട് കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്യുക. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും.